ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളായ മണിപ്പൂർ, മിസോറാം എന്നിവിടങ്ങളിൽ താമസിക്കുന്ന ഏകദേശം 5800 വരുന്ന ബ്നൈ മിനാഷി ജൂത സമൂഹത്തെ ഇസ്രായേലിലേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സർക്കാർ ഞായറാഴ്ച അംഗീകാരം നൽകി. ഇതൊരു ചരിത്രപരമായ തീരുമാനമാണ്. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഈ പ്രദേശത്തെ എല്ലാ ബ്നൈ മിനാഷി ജൂതന്മാരെയും ഇസ്രായേലിലേക്ക് കൊണ്ടുവരാനാണ് പദ്ധതി. 2030 ആകുമ്പോഴേക്കും ബ്നൈ മിനാഷി സമൂഹത്തിൽ ഏകദേശം 5800 അംഗങ്ങൾ ഇസ്രായേലിലേക്ക് വരുമെന്ന് ഇസ്രായേലി ജൂത ഏജൻസി വ്യക്തമാക്കി. ഈ സമൂഹത്തെ ഇസ്രായേലി പൗരന്മാരായി രാജ്യത്തേക്ക് കൊണ്ടുവരുന്നതിനുള്ള വിപുലമായ പദ്ധതിയുടെ ഭാഗമാണിത്. ഇതിൽ 2026 ഇതിനകം അംഗീകാരം ലഭിച്ച 1200 അംഗങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. ഇതാദ്യമായാണ് ജൂത ഏജൻസി ഒരു കൂട്ടം ആളുകളെ ഇസ്രായേലിലേക്ക് കൊണ്ടുവരുന്നതിന്റെ മുഴുവൻ പ്രീ ഇമിഗ്രേഷൻ പ്രക്രിയയ്ക്കും നേതൃത്വം നൽകുന്നത്. അതായത് യോഗ്യരായ അപേക്ഷകരെ കണ്ടെത്തുക, അവർക്കായി വിമാനങ്ങൾ ക്രമീകരിക്കുക, ഇസ്രായേലിൽ സ്ഥിര താമസമാക്കാൻ അവരെ സഹായിക്കുക തുടങ്ങി എല്ലാ കാര്യങ്ങൾക്കും ഏജൻസി തന്നെ മുൻകൈ എടുക്കും. ഈ വിപുലമായ പദ്ധതിക്ക് ഭീമമായ തുക ചെലവ് വരുമെന്ന് ജൂത ഏജൻസികൾ അറിയിച്ചു. മുഴുവൻ പ്രക്രിയയുടെയും മറ്റ് പ്രത്യേക ആനുകൂല്യങ്ങളുടെയും ചെലവ് 90 ദശലക്ഷം ഇസ്രായേലി ഷെക്കൽസ്, അതായത് ഏകദേശം 27 ദശലക്ഷം US$ ആയിരിക്കും. ഈ വലിയ സാമ്പത്തിക സഹായം ഇസ്രായേൽ സർക്കാർ ഈ ചരിത്രപരമായ ദൗത്യത്തിന് നൽകുന്ന പ്രാധാന്യം വ്യക്തമാക്കുന്നു. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ മണിപ്പൂർ, മിസോറാം പ്രദേശങ്ങളിൽ താമസിക്കുന്ന ഒരു ഗോത്രവർഗമാണ് ബ്നൈ മിനാഷെ. തങ്ങളെ മെനാഷെ ഗോത്രത്തിന്റെ പിൻഗാമികളായിട്ടാണ് ഇവർ കണക്കാക്കുന്നത്. 2700 വർഷങ്ങൾക്ക് മുമ്പ് അസീറിയക്കാർ ഇസ്രായേൽ രാജ്യം ആക്രമിച്ചപ്പോൾ അവിടെ നിന്ന് പുറത്താക്കപ്പെട്ട ഇസ്രായേലിന്റെ 10 നഷ്ടപ്പെട്ട ഗോത്രങ്ങളിൽ ഒന്നാണ് മെനാഷെ ഗോത്രം. വളരെ കാലം ഈ സമൂഹത്തെ അന്താരാഷ്ട്ര ജൂത സമൂഹം ഔദ്യോഗികമായി അംഗീകരിച്ചിരുന്നില്ല. എന്നാൽ 2005 അന്നത്തെ ഇസ്രായേൽ ചീഫ് റബ്ബി ഇവരെ ഇസ്രായേലികളുടെ പിൻഗാമികളായി അംഗീകരിച്ചതോടെയാണ് ഇവരുടെ ഇസ്രായേലിലേക്കുള്ള തിരിച്ചുവരവിന് വഴി തുറന്നത്. ബ്നൈ മിനാഷെ സമൂഹത്തിൽ ഏകദേശം 2500 അംഗങ്ങൾ ഇതിനകം ഇസ്രായേലിൽ താമസിക്കുന്നുണ്ട്. പുതിയ തീരുമാനത്തോടെ 5800 പേർ കൂടി എത്തുന്നതോടെ ഈ സമൂഹത്തിലെ ഭൂരിഭാഗം പേരും ഇസ്രായേലിൽ ഒരുമിക്കും. ഇത് നഷ്ടപ്പെട്ട ഗോത്രങ്ങളുടെ മടങ്ങിവരവ് എന്ന ജൂത വിശ്വാസത്തിന് കരുത്തു പകരുന്നതാണ്. ബ്നൈ മിനാഷകളെ തിരിച്ചയക്കുന്നതിനുള്ള പ്രക്രിയയിൽ സഹായിക്കുന്നതിനായി ഇസ്രായേലി മത നേതാക്കന്മാരായ റബ്ബിമാരുടെ ഒരു വലിയ സംഘം ഉടൻ തന്നെ ഇന്ത്യ സന്ദർശിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു ദശാബ്ദത്തിലധികം കാലത്തിനിടെ ആദ്യമായി ഇന്ത്യയിലേക്ക് വരുന്നതും ഇതുവരെ അയച്ചതിൽ വെച്ച് ഏറ്റവും വലുതുമായിരിക്കും ഈ സംഘമെന്ന് ജൂത ഏജൻസി പറയുന്നു. റബ്ബിമാരുടെ പ്രതിനിധി സംഘം ഇന്ത്യയിൽ എത്തിയ ശേഷം ഇസ്രായേലിൽ ഏറ്റവും അടുത്ത ബന്ധമുള്ള ഏകദേശം 3000 ബ്നൈ മിനാഷെ സമൂഹത്തിലെ ആദ്യ പകുതിയുമായി അഭിമുഖം നടത്തും. യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഈ അഭിമുഖങ്ങൾ നിർണായകമാണ്. ഇന്ത്യയിൽ നിന്ന് വരുന്ന ഈ സമൂഹത്തിലെ അംഗങ്ങളെ ഇസ്രായേലിൽ പുനരധിവസിപ്പിക്കുന്നതിന് ഇതിനകം അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇവരെ എല്ലാവരെയും എവിടെ താമസിക്കുമെന്ന കാര്യത്തിൽ വ്യക്തമായ പദ്ധതിയുമുണ്ട്. ഇവരിൽ ഭൂരിഭാഗം പേരെയും തുടക്കത്തിൽ വെസ്റ്റ് ബാങ്കിലെ ജൂത സെറ്റിൽമെന്റുകളിൽ പുനരധിവസിപ്പിക്കും. വെസ്റ്റ് ബാങ്കിലെ താൽക്കാലിക താമസത്തിന് ശേഷം ഇവരെ വടക്കൻ ഇസ്രായേലിലെ നഗരങ്ങളിലേക്ക്, പ്രത്യേകിച്ച് നസറത്തിനടുത്തുള്ള നോഫ് ഹഗലിൽ പുനരധിവസിപ്പിക്കാനാണ് പദ്ധതി. നോഫ് ഹഗലിൽ ഒരു ജൂത അറബ് മിശ്ര പട്ടണമാണ്. ഇത് പുതിയ ആളുകൾക്ക് ഇസ്രായേലി സമൂഹവുമായി ലയിച്ചു ചേരാൻ അവസരം നൽകും. ഈ നീക്കത്തിന് നെതന്യാഹു സർക്കാർ നൽകുന്ന പ്രാധാന്യം ജൂത ദേശീയതയും മതപരമായ പ്രാധാന്യവും കണക്കിലെടുത്ത് രാഷ്ട്രീയപരമായി നിർണായകമാണ്. ചരിത്രപരമായ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമമായി ഇതിനെ സർക്കാർ കണക്കാക്കുന്നു. വർഷങ്ങളായി മണിപ്പൂരിലും മിസോറാമിലും തദ്ദേശീയ സംസ്കാരവുമായി ഇഴചേർന്നാണ് ബ്നൈ മിനാഷെ സമൂഹം ജീവിച്ചിരുന്നത്. ഇപ്പോൾ അവർ തങ്ങളുടെ വാഗ്ദാത്ത ഭൂമിയിലേക്ക് മടങ്ങുമ്പോൾ ആ പഴയ ബന്ധങ്ങൾ നിലനിർത്താൻ ശ്രമിക്കുമെന്നും കരുതുന്നു. 5800 ആളുകളെ ഒരുമിച്ച് മാറ്റി പാർപ്പിക്കുക എന്ന ഈ വലിയ ദൗത്യം ലളിതമല്ല. നിയമപരമായ നടപടിക്രമങ്ങൾ, വിസ, യാത്രാ ക്രമീകരണങ്ങൾ, ഇസ്രായേലിൽ എത്തിച്ച ശേഷമുള്ള താമസവും തൊഴിൽ പരിശീലനവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏജൻസിക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇസ്രായേലിലെ ഏറ്റവും അടുത്ത ബന്ധങ്ങളുള്ള 3000 പേർക്ക് മുൻഗണന നൽകുന്നതിലൂടെ പുതുതായി വരുന്നവർക്ക് ഇസ്രായേലി ജീവിതവുമായി എളുപ്പത്തിൽ പൊരുത്തപ്പെടാൻ സാധിക്കുമെന്ന് ജൂത ഏജൻസി കണക്ക് കൂട്ടുന്നു. കുടുംബ ബന്ധങ്ങൾ ഈ സംയോജന പ്രക്രിയയിൽ നിർണായക പങ്ക് വഹിക്കും. ഇന്ത്യയിൽ നിന്ന് വരുന്ന ഈ സമൂഹം പുതിയ ഭാഷയും സംസ്കാരവും പൊരുത്തപ്പെടേണ്ടതുണ്ട്. ഇത് എളുപ്പമുള്ള കാര്യമല്ല. അതിനായി പ്രത്യേക ഭാഷാ പരിശീലനവും സാംസ്കാരിക സംയോജന പരിപാടികളും ഇസ്രായേലിൽ സജ്ജമാക്കുന്നുണ്ട്. ഈ ചരിത്രപരമായ ദൗത്യത്തിന് ആഗോള ജൂത സമൂഹത്തിൽ നിന്നും, പ്രത്യേകിച്ച് അമേരിക്കൻ ജൂത ഫിലോത്രോപിക് സംഘടനകളിൽ നിന്നും വലിയ പിന്തുണ ലഭിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. വെസ്റ്റ് ബാങ്കിൽ ഇവരെ പുനരധിവസിപ്പിക്കാനുള്ള തീരുമാനം അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയമാണ്. ഇസ്രായേൽ പലസ്തീൻ സംഘർഷ മേഖലയിൽ പുതിയ താമസക്കാർ എത്തുന്നത് രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയേക്കാം. ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ശക്തമായ നയതന്ത്ര ബന്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ വലിയ തോതിലുള്ള കുടിയേറ്റം ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള സഹകരണത്തിന്റെ ഒരു ഉദാഹരണമായി കണക്കാക്കപ്പെടുന്നു. ജൂതന്മാരുടെ അവരുടെ വാഗ്ദത്ത ഭൂമിയായ ഇസ്രായേലിലേക്ക് കൊണ്ടുവരുന്ന അലിയ എന്ന ജൂത ആശയം ഈ നീക്കത്തിലൂടെ വീണ്ടും ശക്തമായി സ്ഥാപിക്കപ്പെടുകയാണ്. 2700 വർഷങ്ങൾക്ക് ശേഷം മെനാഷെ ഗോത്രം തങ്ങളുടെ മാതൃഭൂമിയിലേക്ക് മടങ്ങിയെത്തുന്ന ഒരു ചരിത്രപരമായ മുഹൂർത്തമാണിത്.